വനിതകളെയൊക്കെ പ്രത്യേകിച്ച് പ്രായമുള്ളവരെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇമിഗ്രേഷൻ അധികൃതർ കുറച്ചൊരു കരുണ കാണിക്കേണ്ടതല്ലേ എന്ന് തോന്നിപ്പോകുന്നു. അതിനാധാരമായ 2 സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഒന്ന് 85 വയസ്സുള്ള ഒരു ഫ്രഞ്ചുകാരി, രണ്ടാമത്തേത് 53 വയസ്സുള്ള ഒരു ഇന്ത്യക്കാരി. അപ്പോൾ ഫ്രഞ്ചുകാരി, അവർ മരിയ തെരേസ എന്ന് പേര്, അവർ 50കളിൽ ചെറുപ്പമായിരുന്നപ്പോൾ കൗമാരത്തിൽ അന്ന് അമേരിക്കൻ പട്ടാളത്തോടൊപ്പം അവിടെ വന്നിരുന്ന, അതോ പട്ടാളവുമായിട്ട് ബന്ധപ്പെട്ട അവിടെ വന്നിരുന്ന ഒരു അമേരിക്കക്കാരൻ പയ്യനുമായിട്ട് ലോഹ്യത്തിലായി. ആ കാലത്ത് ആ ലോഹ്യം പിന്നെ 2 കൂട്ടരും പിന്നെ 2 രാജ്യങ്ങളിൽ തുടർന്നു. എങ്കിലും ആ കത്തുകളിലൂടെ അവരുടെ ആ ബന്ധം തുടർന്നു. ഇതിനിടയിൽ അവർ 2 പേരും വിവാഹിതരായി. ആ വിവാഹം മക്കളും ഉണ്ടായി. പിന്നെ ഈ മരിയ തെരേസയ്ക്ക് മൂന്ന് മക്കൾ. പിന്നെ കാമുകനായിരുന്ന ബിൽ റോസിന് അങ്ങേർക്ക് 2 മക്കൾ, 2 ആൺമക്കൾ. അപ്പോൾ ഇങ്ങനെ കുറേ കാലത്തിന് ശേഷം, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവരുടെ 2 പേരുടെയും ഇയാളുടെ ഭാര്യ മരിച്ചു, ഇവരുടെ ഭർത്താവ് മരിച്ചു. അപ്പോഴാണ് ഇവർ വീണ്ടും ഒന്നിക്കണമെന്നുള്ളൊരു മോഹം കയറിയത് പ്രായമായ കാലത്ത്. അങ്ങനെ അവർ ഫ്രാൻസിൽ നിന്ന് അമേരിക്കയിലെത്തി. ഇവിടെ ലൂസിയാന ആ ഭാഗത്താണ്, അവിടെയാണ് അവർ ഈ ബിൽ റോസിൻ്റെ താമസം. കഴിഞ്ഞ വർഷം എത്തി. അപ്പം ഈ എത്തിയതിന് ശേഷം വിവാഹവും കഴിച്ചു. അതിനുശേഷം ഈ ഇമിഗ്രേഷൻ്റെ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കാനായിട്ട് അതിൻ്റെ കടലാസുകളെല്ലാം അയച്ചുകൊണ്ടിരുന്നു. അതിനിടയ്ക്ക് പെട്ടെന്ന് ഇങ്ങേര് മരിച്ചു. ഈ ബിൽ റോസ് മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അയാളുടെ വീട്ടിൽ ഈ സ്ത്രീ മാത്രം തനിച്ചായി, 85 വയസ്സ്. അപ്പോൾ അയാളുടെ പ്രായമുള്ള 2 മക്കൾ 50കളിൽ നിൽക്കുന്ന മക്കളാണ്. അപ്പോൾ അവർക്ക് ഇവരെ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കണം. ആ വീടിന് അത്ര $1.25 ലക്ഷം വിലയാണ് പറയുന്നത് ആ വീടിന്. പിന്നെ ഇങ്ങേരുടെ ഒരു ബാങ്ക് അക്കൗണ്ട് അത് ഏതാണ്ട് $1,500 ഉള്ളൂ. അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് അവർ ഈ മെയിലൊക്കെ അവരുടെ പേരിൽ വരാതിരിക്കാനായിട്ട് മെയിലൊക്കെ വേറെ സ്ഥലങ്ങളിലേക്ക് മാറ്റി. പിന്നെ ഇവരെ എങ്ങനെയും ഒഴിപ്പിക്കുക എന്ന് മാത്രമല്ല, ഒരു മകനാണ് ഇവരെ ഈ ഇമിഗ്രേഷൻ കാലം കഴിഞ്ഞ്, അതായത് ഫ്രാൻസിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേകിച്ച് വിസ വേണ്ട, 90 ദിവസം വരെ അവർക്ക് വിസ ഇല്ലാതെ അമേരിക്കയിൽ വന്ന് താമസിക്കാനായിട്ടുള്ള അനുവാദമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞും ഇവർ താമസിക്കുകയാണ്. ഇമിഗ്രേഷനൊക്കെ അപേക്ഷിച്ചോണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മരിച്ചതുകൊണ്ട് അവരുടെ ആ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾ മരിച്ചു. അപ്പോൾ അവർക്ക് ഇവിടെ തുടരാനുള്ള അവകാശങ്ങളൊന്നുമില്ല. ഇക്കാര്യമെല്ലാം ഈ മരിച്ചയാളുടെ മകൻ തന്നെയാണ് അധികൃതരെ അറിയിച്ചതെന്നാണ് പറയുന്നത്. അങ്ങനെ അവർ വന്നു. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് അധികൃതർ വന്നു ഇവരെ പിടികൂടി അറസ്റ്റ് ചെയ്തു. 16 ദിവസം മറ്റോ, ഇത്രയും പ്രായമുള്ള സ്ത്രീയാണ്, അവരെ കൊണ്ടുപോയി ജയിലിലാക്കി. അപ്പോൾ അതിനെതിരെ ഇവരുടെ 3 മക്കൾ ഫ്രാൻസിലുണ്ട്. അതുപോലെ തന്നെ ഫ്രഞ്ച് ഗവൺമെൻറ്റും ഇടപെട്ടു. ഒടുവിൽ ഇവർക്ക് ഇന്നലെ 2 ദിവസത്തിനകം മോചനം കിട്ടി. അവർ തിരിച്ച് ഫ്രാൻസിൽ എത്തുകയുണ്ടായി. അപ്പോൾ അവർക്ക് ഈ ജയില് വലിയ പീഡനമായിരുന്നു. അവിടെ മരുന്നും സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ശാരീരികമായിട്ടും എല്ലാം അവശ നിലയിലാണ് അവർ എത്തിപ്പെട്ടതെന്നാണ് അവിടെ ഫ്രഞ്ച് മന്ത്രി പറഞ്ഞത്. എങ്ങനെയായാലും അവർ തിരിച്ചെത്തി. എന്തായാലും 85 വയസ്സുള്ള ഒരു സ്ത്രീ, അതും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം നിയമപരമായിട്ട് ഇവർ ഭാര്യയാകുമ്പം സ്വത്തിൻ്റെയൊക്കെ അവകാശമുണ്ട്. പ്രായമുള്ള മക്കൾ അവർക്കതുകൂടെ കിട്ടണമെന്ന് തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കും എന്നുള്ളത് നേര് തന്നെ. എന്നാൽ കൂടി അവരെ ഈ കേസ് കൊടുത്തിരിക്കുന്നിടത്ത് ജഡ്ജി അവർക്ക് കൈവശപ്പെടുത്താനായിട്ടുള്ള അനുവാദം കൊടുത്തിട്ടില്ല. ജഡ്ജ് ഒരു റിസീവറെയാണ് വെച്ചിരിക്കുന്നത് ആ സ്വത്ത് അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെയായാലും വലിയ സ്വത്തൊന്നും ഇല്ലയെന്നാണ് നമ്മുടെ ഒരു ധാരണ. പക്ഷേ അവിടുത്തെ സ്ഥിതിയിൽ അതൊരു വലിയ തുകയായിരിക്കാം. എന്തായാലും അതൊരു സംഭവം. രണ്ടാമത്തെ സംഭവം, ഈ മീനു ബാത്ര അവർ കൊച്ചായിരുന്ന ചെറുപ്പകാലത്ത് വന്നതാണ് 84. അന്ന് സിഖുകാർ കൂട്ടക്കൊല ചെയ്തപ്പോൾ ഇവരുടെ അപ്പനെയും അമ്മയെയും പിതാവിനെയും മാതാവിനെയും കൂട്ടക്കൊല ചെയ്തു. അവർ 2 പേരും കൊല്ലപ്പെട്ടു. അങ്ങനെയാണ് ഇവർ അമേരിക്കയിലെത്തുന്നത്. എങ്ങനെയോ അമേരിക്കയിലെത്തി, ആരുടെയൊക്കെ കൂടെ അങ്ങനെ അഭയം തേടി. പക്ഷേ 2000 ഇവരെ അഭയം നിഷേധിക്കുക മാത്രമല്ല, ഇവരെ ഡീപ്പോർട്ട് ചെയ്യാനായിട്ട് തിരിച്ചയക്കാനായിട്ട് ഉത്തരവുമായി. പക്ഷേ കോടതി, ന്യൂജേഴ്സിയിലുള്ള കോടതി, ഇമിഗ്രേഷൻ കോടതി ആ ഉത്തരവ് വിത്ത് ഹോൾഡിങ് ദ ഓർഡർ, ആ ഓർഡർ നടപ്പാക്കാൻ പാടില്ല എന്നുകൂടി ഉത്തരവിട്ടു. അതായത് ഇവരെ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചാൽ ഇവരുടെ അപ്പനും അമ്മയും അവിടെ കൊല്ലപ്പെട്ടതാണ്, ഇവർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാനാവില്ല, അതുകൊണ്ട് അവരെ അങ്ങോട്ട് വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉത്തരവിട്ടു. അപ്പോൾ അവർക്ക് കാലാകാലങ്ങളിൽ വർക്ക് പെർമിറ്റ് കിട്ടുന്നുണ്ട്. അവരുടെ മക്കളിൽ ഒരാൾ ഇപ്പം ഈയിടയ്ക്ക് സൈന്യത്തിലോ മറ്റോ ചേരുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ സൈന്യത്തിൻ്റെ വക ഒരു പരോൾ കിട്ടാനുള്ള ഒരു ശ്രമത്തിനുമായിരുന്നു അയാൾ. അതിനിടയ്ക്ക് ഇവർക്ക് 4 വർഷത്തെ വർക്ക് പെർമിറ്റ് ഉണ്ട്. അതിന് പുറമേ
ഇവർ ഈ കോടതികളിൽ 2-3 ഭാഷ, പഞ്ചാബി, ഹിന്ദി, പിന്നെ ഉറുദു, ഈ ഭാഷകളുടെ ഇൻ്റർപ്രറ്ററാണ് അവിടെ. ഈ ഇന്ത്യക്കാരെങ്കിലും അറസ്റ്റിലായി കഴിഞ്ഞാൽ, അല്ലെ കോടതിയിൽ വിചാരണയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭാഷയിലുള്ളവരാണെങ്കിൽ ഇവരെ വിളിക്കും അത് പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ പല കോടതികളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകും. അങ്ങനെ വർഷങ്ങളായിട്ട് ചെയ്ത നിയമപരമായിട്ടെല്ലാം കാര്യങ്ങളും ചെയ്യുന്നതാണ്. പക്ഷേ അവർ ഇപ്രാവശ്യം ഈ മിൽവോക്കിയിലോ മറ്റോ ഏതോ കോടതിയിലേക്ക് പോകുന്ന വഴിക്ക് അവർ പിന്നെ അറസ്റ്റ് ചെയ്തു. അവരെ എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. അവർ പറയുന്ന ഡീപ്പോർട്ടേഷൻ, ഫൈനൽ ഡീപ്പോർട്ടേഷൻ ഓർഡറുണ്ട്. ഇന്ത്യയിലേക്ക് തിരിച്ചയക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ, വേറൊരു രാജ്യത്തേക്ക് തിരിച്ചയക്കാം. അപ്പോൾ അതെന്തൊരു ക്രൂരമാണ്. ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീ, അത് മാത്രമല്ല അവർ പിന്നെ അവരുടെ ഒരു മകൻ സൈന്യത്തിൽ ചേർന്നിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇത്രയും വർഷം, 35 വർഷമായിട്ട് അമേരിക്കയിൽ ജീവിക്കുന്ന. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ടെക്നിക്കൽ കാര്യങ്ങൾ കണ്ടിട്ട് ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതും പിന്നെ ജയിലിലാക്കുന്നതൊക്കെ എത്രയോ ക്രൂരമായ ഒരു കാര്യമാണ് വാസ്തവം പറഞ്ഞാൽ. ഈ 2 സംഭവങ്ങളിലും ഇവരെ അറസ്റ്റ് ഒഴിവാക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് 85 വയസ്സുള്ള പ്രായമായുള്ള ഒരു സ്ത്രീ, പിന്നെ അതിന് പിന്നിലൊരു കേസുണ്ട്. അവരോട് സ്വയം തിരിച്ചു പോകാനായിട്ട് ആവശ്യപ്പെടാം. ഇനി മീനു ബാത്രയുടെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾ തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെടാം. പക്ഷേ എങ്ങോട്ട് പോകണം എന്നുള്ള പ്രശ്നമുണ്ട്. ഓർഡർ ഈ നിയമപരമായിട്ട് ഇവിടെ തുടരാൻ കഴിയുന്ന അത്രയും കാലം അവരെ തുടരാൻ അനുവദിക്കുന്നതിന് പകരം നിർബന്ധപൂർവ്വം വേറൊരു രാജ്യത്തേക്ക് വിട്ടതുകൊണ്ട് എന്താണ് നേടാൻ പോകുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അവരെ കൊണ്ട് എന്തെങ്കിലും ഒരു ദോഷമോ ഉപദ്രവമോ ഈ രാജ്യത്ത് ഒട്ടില്ലതാനും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാനുഷിക പരിഗണന ഉണ്ടാവേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്.